മോളെ ഇരിക്കും മോളെ വാ. ഞാനേ കുടിക്കാൻ എന്തെങ്കിലും എടുക്കേ. അതെ, ആ ആഭരണങ്ങൾ ഇങ്ങ് എടുക്ക്. ഞാനേ അത് അലമാരയിൽ വെച്ചേക്കാം. ശരി താത്ത, അലമാര വെച്ചേക്കേ. പണത്തിനും സ്വർണത്തിനും വീഴ്ത്താൻ കഴിയാത്ത മനസ്സുകളില്ല ചാരു. കല്യാണിക്ക് വേണ്ടിയുള്ള 25 പവൻ കണ്ടപ്പോ നിന്റെ ചിറ്റയുടെ കണ്ണിലുള്ള തിളക്കൊന്ന് കാണണമായിരുന്നു. പിന്നെ സ്വീകരണമായിരുന്നില്ലേ, അതൊന്ന് നീ കാണേണ്ടതായിരുന്നു ചാരു. എനിക്കുള്ള വിരുന്ന് റെഡിയായിക്കൊണ്ടിരിക്കും ഇവിടെ. നീ പേടിക്കണ്ട, ഇവിടത്തെ വിരുന്ന് കഴിഞ്ഞ് ഞാൻ നമ്മുടെ വീട്ടിലേക്ക് എത്തിക്കോളാം. ഓക്കെ, ബൈ. എന്താ കാക്കോത്തി സ്പെഷ്യൽ? ഒന്നും ഉണ്ടാക്കിയില്ലേ? അല്ല കാക്കോത്തി, കാക്കോത്തി എന്ത് കാക്കോത്തി എന്തൊരു വല്ലാതിരിക്കുന്ന വയ്യേ? ശ്രേയെ കുറിച്ച് ഓർത്തതാക്കു ചേട്ടാ. അവളെ കുറിച്ച് ഓർക്കുന്ന എന്തിനാ? ശല്യം പോയില്ലേ അവളുടെ വീട്ടിലേക്ക്? ശ്രേയ വിരുന്നിന് പോയതേ എന്റെ വീട്ടിലേക്ക്. അവളിപ്പോ വിളിച്ചു പറഞ്ഞതാ. ആണോ? എന്നാ അമ്മായിയുടെ കയ്യിൽ നിന്ന് കിട്ടിക്കോളൂ നോക്ക്. എല്ലാവരെയും മയക്കെടുത്ത് കയ്യിലാക്കാനുള്ള കഴിവുണ്ട് ശ്രേയയ്ക്ക്. 25 പവന കല്ലുമോൾക്കെന്ന് പറഞ്ഞ് ചിറ്റയുടെ കയ്യിൽ കൊടുത്തത്. സ്വർണം കണ്ടപ്പോ ചിറ്റയുടെ കണ്ണു മഞ്ഞളിച്ചു. ശ്രേയ അങ്ങനെ ചുമ്മാ 25 പവനൊന്നും കൊടുക്കില്ല. അവളുടെ സ്വഭാവം എനിക്കറിയാം. ഇതിന്റെ പിന്നില് എന്തോ വലുതൊന്നും അവള് പ്ലാൻ ചെയ്യുന്നുണ്ട്. എനിക്കു തന്നെ തോന്നുന്നത്. നമുക്കൊന്ന് പോയി നോക്കിയാലോ? പോ. എന്താ കാര്യമെന്ന് അറിയണമല്ലോ. വാ. എവിടെ പോയിരുന്നു മേഡം? നമ്മള് വിരുന്നിന് വന്ന കാര്യം ചാരുവിനെ വിളിച്ചു പറഞ്ഞു. എന്നിട്ട് പറഞ്ഞാൽ എന്താ ഉണ്ടാവും പോന്നെ? അവള് നേരെ ആകാശം കൂട്ടി ഇങ്ങോട്ട് വരും. നമ്മൾ ഇറക്കി വിടാൻ നോക്കും. അവരിവിടെ വന്ന് അതിന് ശ്രമിച്ച ശാന്തപ്പനച്ഛൻ എങ്ങനെ പ്രതികരിക്കും? അവരെ വിളിച്ച് പുറത്താക്കും. ഇതൊക്കെ ആവശ്യമില്ലാത്ത പ്രശ്നമാവില്ലേ? അരവിന്ദന് ആവശ്യമില്ലാത്ത പ്രശ്നമായിരിക്കും, പക്ഷേ എനിക്ക് ആവശ്യമുള്ള പ്രശ്നം. അവൾ ഇവിടെ വരണം. ശാന്തപ്പനച്ഛനുമായിട്ട് വഴക്കുണ്ടാക്കുകയും വേണം. അപ്പോ ആകാശ് ശാന്തപ്പനച്ഛനുമായിട്ട് കയ്യാങ്കളിയാവും. അതുകണ്ട് എനിക്കങ്ങ് രസിക്കണം. മനസ്സിലായി. പ്രശ്നങ്ങൾ ഊതിപ്പെരിപ്പിച്ച് കണ്ട് ആസ്വദിക്കണോ അല്ലേ? ഐഡിയ കൊള്ളാം. പക്ഷെ പ്രശ്നം വലുതായ നമ്മുടെ വിരുന്ന് ആഘോഷിക്കാൻ പറ്റുമോ? പറ്റും. അത് കണ്ട് വേണം നമുക്ക് ആഘോഷിക്കാൻ. മേഡത്തിന്റെ വീട്ടിലേക്ക് പോകാതെ ഇങ്ങോട്ട് വന്നപ്പോഴെനിക്ക് തോന്നി എന്തോ മനസ്സ് കരുതിയിട്ടന്ന്. ഒരു സോപ്പിന്റെ മുക്കാലും തീർന്നു, എന്നിട്ട് ഈ ഉളുമ്പുനാറ്റം പോകുന്നില്ല. അയ്യോ, അല്ല എന്താ രണ്ടാളും കൂടെ ഒരു രഹസ്യം പറച്ചു? അയ്യോ, കല്യാണം കഴിഞ്ഞില്ലേ? ഇനിയിപ്പോ ഞങ്ങളുടെ രഹസ്യങ്ങളൊന്നുമില്ല അല്ലേ? അല്ല, ഒരു സംശയം. അല്ല, മോളോട് ചോദിച്ച് ആശങ്ക തീർക്കാമെന്ന് വെച്ചു. എന്താ അത് ഈ തൊണ്ടേ വന്നിരിപ്പുണ്ട്, പുറത്തോട്ട് വരുന്നില്ല. ആ തൊണ്ട ഇറക്കി ഇനി ചോദിക്കും. അത് വേറൊന്നുമല്ല, എന്റെ കല്യാണിയുടെ വിവാഹത്തെക്കുറിച്ച് ഞാൻ ഇതുവരെ ചിന്തിച്ചിട്ടില്ല. എന്നാ മോൾ അതേക്കുറിച്ച് ഓർത്തു.
25 പവനും കൊടുത്തു. അത്